അതെ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പഠിക്കുന്ന സമയത്ത് ചെയ്യുന്ന ചില ചില കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പഠിക്കുന്ന സമയമെന്ന് വെച്ചാൽ ആരും ഇല്ലാത്ത ടൈമിലൊക്കെ കേട്ടോ ഞാൻ പഠിക്കുന്നത്. ഒന്നെങ്കിൽ അവൻ ഉറങ്ങുമ്പോൾ, അതല്ലെങ്കിൽ ഏട്ടൻ അവനുമായിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ ഒക്കെ കേട്ടോ ഞാൻ പഠിക്കുന്നത്. അങ്ങനെ ദേ MBAയുടെ സെക്കൻഡ് സെം സ്റ്റാർട്ട് ചെയ്തായിരുന്നേ. അന്നേരം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് നോട്ട്സ് ഞാൻ വിക്കിപീഡിയ നോക്കി എടുക്കുമായിരുന്നു കേട്ടോ. നോട്ട്സ് എല്ലാം എഴുതി എഴുതി കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്കങ്ങ് ഭയങ്കര മടുപ്പ് തോന്നുമല്ലോ. അന്നേരം ഞാൻ ചിലപ്പോൾ പാട്ട് വെക്കും. അതല്ലെന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. പിന്നെ പറയേണ്ടല്ലോ, ഒത്തിരി ബോറടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ കോപ്രായങ്ങൾ കാണിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഓരോന്നൊക്കെ കാണിച്ച് കാണിച്ച് സമയം കളഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആദു വന്ന് അങ്ങനെ പിന്നെ അവനുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെയും പഠിക്കാനിരുന്നു കേട്ടോ. പഠിക്കാനിരുന്നപ്പോൾ ഞാൻ ഒന്ന് ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ ഇട്ടിട്ടാട്ടോ കുറച്ച് നേരം ഇരുന്നത്. അതാകുമ്പോൾ പഠിത്തവും നടക്കും, അത് ഉണങ്ങുകയും ചെയ്യും. കുളിയൊക്കെ കഴിഞ്ഞ് അടുത്ത സെക്ഷൻ നോട്ട്സ് എഴുതാൻ വേണ്ടി വന്നിരുന്നപ്പോഴാട്ടോ ഞാൻ ഫ്രിഡ്ജിൽ അലുവ ഫ്രീസ് ആവാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നാൽ അതും കൂടെ കഴിച്ചുകൊണ്ടിരുന്ന് പഠിക്കാമല്ലോ എന്ന് വെച്ച് ദേ അതെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് നോർമലി കഴിക്കുന്നതിലും കൂടുതൽ ഇഷ്ടം ദേ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് കഴിക്കുന്നത് കേട്ടോ. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതുപോലെ ആരെങ്കിലും അലുവ കഴിച്ചിട്ടുണ്ടോ? ഇത് നല്ല രസം കേട്ടോ. കഴിച്ചിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അലുവ ചെറിയ പീസാക്കിയിട്ട് ലൈക്ക് ഒരു ഐസ് ക്യൂബിൻ്റെ വലുപ്പത്തിൽ നമ്മൾ ഫ്രീസറിൽ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഓരോന്നായിട്ട് നമുക്കിങ്ങനെ എടുത്ത് കഴിക്കാം. നല്ല രസമാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നോട്ട്സ് എഴുതാനുണ്ടായിരുന്നു, കുറച്ച് വായിക്കാനുണ്ടായിരുന്നു. അതെല്ലാം വായിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് നോട്ട്സ് കൂടെ ഉണ്ടായിരുന്നു. അത് നാളെ ആവട്ടെ എന്ന് വെച്ചിരുന്നപ്പോൾ ഇനി നാളെ അതും വന്ന് ഡിസ്റ്റർബ് ചെയ്താൽ പിന്നെ എഴുത്ത് നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഓർത്തു കുറച്ച് നേരം പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിച്ചിരുന്ന് ആ മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് കുറച്ച് നോട്ട്സ് കൂടെ എഴുതാമെന്ന് വെച്ച് അങ്ങനെ ദേ അത് എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദേ ഈ ബാക്കിൽ കാണുന്ന പിക്ചേഴ്സൊക്കെ ബ്രദർ വരച്ചതാട്ടോ. അപ്പോൾ അതുകൂടെ ഒന്ന് ഞാൻ എടുത്ത് കാണിച്ചേക്കാവേ.